ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളാണെങ്കിലേ സോളാർ പാനൽ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ പറഞ്ഞില്ലല്ലോ. പാനൽ ഫിറ്റ് ചെയ്തതിന് എത്ര ആയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞോളല്ലേ. അത് എന്തൊക്കെ അതിനകത്ത് കണക്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നില്ല. പിന്നെ കണക്ട് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ദിവസം വെച്ചാൽ നമ്മളതിനകത്ത് നിന്ന് ഫോൺ മാത്രം ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്, വേറെ ഒന്നും അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കാരണം വെച്ചാൽ ഒന്ന് നമുക്കാണെങ്കിൽ ടി വി ഇല്ല, രണ്ടാമത് നമ്മുടെ വൈഫൈ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അത് രണ്ടും കാരണം അതൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ആകെ ഉള്ളത് ഫോൺ ചാർജ് ചെയ്യും, എൻ്റെ അവളുടെ ഫോൺ അതിനകത്ത് ചാർജ് ചെയ്യും, അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അതിനു മുമ്പേ ഇതിന് ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന ഔട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ലൈറ്റുകൾ വേറെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ സാധാരണ നമ്മുടെ കൊടുത്തേക്കുന്ന ട്യൂബുകളൊക്കെ ഇല്ലേ, കാണുന്നുണ്ടോ? ഈ സാധാ ട്യൂബും നമ്മുടെ സാധാ ലൈറ്റും ഒക്കെ ഇതിന് കൊടുക്കാം. പക്ഷെ അപ്പോൾ ബാക്കപ്പും അത്രയും കുറവായിരിക്കും. അപ്പം നമുക്ക് അത്രയും ബാക്കപ്പ് ആ ബാറ്ററിയിൽ നിന്ന് കിട്ടത്തില്ല. ഗബ്രൂട്ടനെ ഹായ് പറയണം കേട്ടോ. ഹായ് പറഞ്ഞ ഗബ്രൂട്ടാ, ഹായ് പറഞ്ഞ ഗബ്രൂട്ടാ. ഗബ്രൂട്ടിന് ഇപ്പൊ എപ്പോ വീഡിയോ എടുത്താലേ ഹായ് പറയണം കേട്ടോ. ഹായ് പറഞ്ഞില്ല ഗബ്രൂട്ടിന് ഉറക്കം വരില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ മഴ മാനത്ത് കണ്ട അപ്പം ഇവിടെ കറണ്ട് പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ കൂടുതലായിട്ടും ഈ സോളാർ പാനൽ എടുക്കാനുണ്ടായ റീസൺ ആണ്. പിന്നെ 3 ദിവസം കറണ്ടൊക്കെ ഇല്ലായിരുന്നപ്പോൾ നമുക്ക് പിന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൂടുതൽ എടുത്തത്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് വെച്ചാൽ നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റണം, ഫോൺ റീചാർജ് ചെയ്യണം, വൈഫൈ നമുക്ക് കിട്ടണം. ഇത് മൂന്നുമായിരുന്നു നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് കടകളിൽ പോയി മേടിക്കാനൊന്നും കടകളിൽ കിട്ടുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നമ്മൾ ട്യൂബ് ലൈറ്റ് ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു, ട്യൂബ് ലൈറ്റും വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തന്നെ അസംബിൾ ചെയ്യുന്ന LED ലൈറ്റ് ഉണ്ട്. അപ്പം ഇതേണ്ട ഞാനിത് സെറ്റ് ഇവിടെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഗതി ഇത് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ പാർട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പല പാർട്സ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേട്ടോ. ഇതിൻ്റെ LED സ്ട്രിപ്പാണ്. ഇത് നമ്മൾ ഇതിനകത്ത് നിന്ന് പീസ് എടുത്തതിന് ശേഷം എന്താ പറയുന്നത്, ഏതാണ്ട് ഇതിനകത്ത് വെക്കുന്ന പ്ലേറ്റ് ആണ്. ഇതിൽ നിന്നും കണക്ഷൻ കൊടുത്ത് ഇതിൻ്റെ ഹോള് വഴി എടുത്തതിന് ശേഷം ഇതിലൂടെ കടത്തിയിട്ടിട്ട് ഇത് ബൾബിൻ്റെ ഹോൾഡർ വരുന്ന ആ ഭാഗം കൊടുത്ത് കടത്തിയിട്ടിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കണക്ട് ചെയ്ത് എല്ലാം ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കണ്ട് ഈ ടോപ്പിട്ട് നമ്മൾ അടച്ചെടുക്കും. എന്നിട്ട് അത് അടച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ ടോപ്പിട്ട് നമ്മളെല്ലാം ക്ലോസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കും. അപ്പം ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കി കേട്ടോ. നോക്കിയപ്പോൾ വെച്ചാൽ നമുക്ക് നമ്മുടെ ഹാളെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ഹാളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഭാഗം പിന്നെ ഇപ്പുറത്ത് കുറച്ച് ഭാഗം അങ്ങനെയാണ് നമ്മുടെ ഹാള് വന്നിരിക്കുന്നത്. ഇവിടെ ഒരാളൊന്നും ഉണ്ടാകും നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നാ പറ്റി കണ്ട, എല്ലാവർക്കും ഉള്ള വാഴക്കാപ്പം എടുത്തിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണ്. കഴിച്ചില്ലയോ? കഴിച്ചോ ഇല്ലയോ അത് പറ. യെസ് ഓർ നോ, ടെൽ മീ. യെസ് ഓർ നോ, യെസ് ഓർ നോ, യെസ് ഓർ നോ. പറ പോരട്ടെ. എന്താ ഞാൻ കഴിച്ചു, നീ കഴിച്ചില്ലയോ? അതൊന്നും എനിക്കറിയണ്ട. കഴിച്ചോ. എന്നിട്ട് ഇത് മൊത്തം കണ്ടില്ല, കൊച്ചു പിള്ളേരെ പോലെ നാശക്കമ്മിയാക്കി വെച്ചേക്കുന്നുണ്ടല്ലോ മൊത്തം. പിച്ചി പറഞ്ഞു വേണ്ട. നിന്റെ മോന്ത വെച്ചേക്ക് നോക്കിയേ, കടവാലിനെ പോലെ. നിന്റെ വല്യമ്മയ്ക്കാ മോനെ ഭ്രാന്ത്. ശരി, എനിക്കറിയാം. അവൻ അങ്ങനെയാ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ വിഷയത്തിൽ തന്നെ പോയി. അപ്പോ അതിന് വെട്ടം കുറവായത് കാരണം നമ്മൾ കടയിൽ പോയി അന്വേഷിച്ച് ഇതിന് സോളാർ പാനലിൽ നിന്ന് കൊടുക്കുന്ന കണക്ഷന് വെക്കാൻ പറ്റിയ ലൈറ്റ് ഉണ്ടോന്ന്. അപ്പോൾ അന്വേഷിച്ച സമയത്ത് ഈ ഒരു ട്യൂബ് അവിടെ തന്നു. അപ്പോൾ ഈ ട്യൂബ് കിട്ടുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഓൺലൈനിൽ നിന്നും ട്യൂബ് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാൽ അതിനും വെട്ടം കുറവാണ്. ഈ ട്യൂബ് നമ്മൾ ഓൺലൈനിൽ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹാളിലൊന്നും ഇടാൻ പറ്റത്തില്ല, അത്രയ്ക്കുള്ള വെട്ടമൊന്നുമില്ല. നമ്മൾ അറിഞ്ഞില്ല ഇത്രയും ചെറുതാണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഹാളിലേക്ക് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹാളിൽ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഈ ഒരു ബൾബ് വാങ്ങിച്ച് DC ബൾബായത് കേട്ടോ. 12 വാട്ട്സിന്റെ DC ബൾബാണ്. അപ്പം ഇതൊരെണ്ണം മേടിച്ചു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ആ ഒരു ട്യൂബ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തേണ്ട. ഈ കത്തുന്നത് ട്യൂബാണ്. അപ്പൊ ഈ സൈഡിൽ
ആ ഒരു ട്യൂബും കൊടുത്തു. അപ്പോൾ 2 സൈഡിലേക്കുള്ള വെട്ടമായി. അപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിലേക്കും വെളിയിലേക്കും ഹാളിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചേട്ടോ. ഇതാണെങ്കിൽ 400 രൂപയായുള്ള 6 ട്യൂബ് കിട്ടി കേട്ടോ. ഇതിനകത്ത് 6 ആണോ 5 ആണോ 2 6 ഉണ്ട് കേട്ടോ. 6 ട്യൂബ് കിട്ടിയായിരുന്നു. 420 430 ആ റേറ്റ് ആയുള്ളൂ കേട്ടോ. 6 ട്യൂബ് ഉണ്ട്. അപ്പം നമുക്ക് ഇതാണെങ്കിൽ റൂമിൽ കൊടുക്കാൻ പറ്റും. വെട്ടം കുറവാണ്, പക്ഷെ നമുക്ക് റൂമിൽ അടുക്കളയിലേക്ക് അത്യാവശ്യം വെട്ടമുണ്ട് കേട്ടോ. ആ കാണുന്നത് ഈ ലൈറ്റാണ്, ഇട്ടേക്കുന്നത് ഈ ലൈറ്റാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വെട്ടമുണ്ട്. ഇങ്ങനത്തെ ലൈറ്റുകൾ നമുക്കാണെങ്കിൽ ഒരു 10-15 എണ്ണം നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഉള്ള ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാറ്ററി നമ്മൾ കൊടുത്തേക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 32 AH ആണ്. പിന്നെ 7.6 7 അങ്ങോട്ട് ചെറിയ ബാറ്ററി. അപ്പോൾ 2 ബാറ്ററി നമ്മളിവിടെ കൊടുത്തേക്കണം. അപ്പോൾ ഈ 2 ബാറ്ററി ഉള്ളതുകൊണ്ട് നമുക്കൊരു 15-20 ലൈറ്റ് നമുക്ക് കുഴപ്പമില്ലാതെ സുഖമായിട്ട് ഇടാൻ പറ്റും. 15-20 ലൈറ്റിനെ എടുത്ത് നമുക്ക് ഇടാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല പവർ കിട്ടുന്നുണ്ട്, നല്ല വെട്ടമുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ ബാക്കിൽ നിന്ന് അവിടെ നിന്നാണെങ്കിലും നമ്മുടെ ഇവിടെ നിന്നാണെങ്കിലും വെട്ടമുണ്ട്. അതുകൊണ്ട് 2 സൈഡിൽ നമുക്ക് വെട്ടം കിട്ടും. നേരത്തെ നമ്മളാണെങ്കിൽ ട്യൂബ് കറണ്ടിനുള്ള ട്യൂബായിട്ടുണ്ട്. അപ്പം ഇത് ഈ 2 ലൈറ്റോ അത്യാവശ്യം നമുക്ക് നമ്മുടെ ഹാളിൽ എന്തായാലും നല്ല രീതിയിൽ വെട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുക്കളയിലേക്കും റൂമുകളിലേക്കുള്ള എല്ലാം വയറിങ് എല്ലാം ചെയ്ത് ഇത് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ സോളാർ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ബഡ്ജറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പൈസ ഒന്നും ആവത്തില്ല. ഇപ്പോൾ ഇതും കൂടെ മേടിച്ച് ലൈറ്റുകളും കൂടെ എനിക്ക് മേടിച്ചപ്പോൾ ഏകദേശം എല്ലാം കൂടെ ഒരു 1000 രൂപ ആയി കാണും. അപ്പോൾ മൊത്തം നേരത്തെ 7200 ഇപ്പം നമ്മൾ മേടിച്ച ലൈറ്റുകളുടെ എല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ 2200 അത്ര ആയിട്ടുള്ളൂ നമുക്ക് സോളാർ പാനൽ. പിന്നെ ഇനി വയറും കാര്യങ്ങളൊക്കെ മേടിക്കും. വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള വയറും കാര്യങ്ങളും, സ്വിച്ച്, പൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളും വരും. അപ്പോൾ ഓരോ അപ്ഡേഷൻ നമ്മൾ ഇതിൻ്റെ പുറകെ ഇട്ട് ഇടാം. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം കേട്ടോ. നിങ്ങൾക്കൊരു ഇപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റും. ഞാനിവിടെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, എന്നെ ഒരു തീരുന്ന കളിയാക്കി ചിരിക്കുകയാണ് കണ്ടില്ലേ. എന്താടി നിനക്കൊരു പുച്ഛം? നിനക്ക് എന്താ ഒരു പുച്ഛം? എൻ്റെ ഐഡിയ കൊണ്ടടി നീയാണെങ്കിൽ 3 ദിവസം ഫോൺ ചാർജ് ചെയ്ത് കേട്ടാ. കഷ്ടമായി പോവല്ലേ. എവിടാ ഞാൻ കഴുകി തരാം. വാ മോളെ, വാ പൊന്നെ, വാട് പൊന്നെ, ഞാൻ കഴുകി തരാം. വാ. ഓ അവന് ഇഷ്ടപ്പെട്ടില്ല. നല്ല തട്ട് കൊടുക്കുന്നുണ്ട് ഗബ്രൂട്ടൻ നല്ല തട്ട് കൊടുക്കും അമ്മയ്ക്കിട്ട്. അപ്പോൾ പറഞ്ഞു തന്നാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. കാരണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഈ പവർ കട്ട് ഉള്ളവർക്കും പവർ കട്ട് മിക്കപ്പോഴും ഉള്ളവർക്കും അതുപോലെ തന്നെ ഇങ്ങനെ മഴയത്തൊക്കെ പ്രശ്നം വരുന്നവർക്ക് കറണ്ട് ചാർജ് ഒരുപാട് കൂടുതലാണെന്ന് പരാതി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ചെലവ് കുറഞ്ഞൊരു സിസ്റ്റമാണിത് കേട്ടോ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരുപാട് വലിയ തലയൊന്നും വേണ്ട, നമ്മുടെ ചെറിയ തലച്ചോറ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു സാധനം സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ലൈറ്റ് ഇട്ടേക്കുന്നത് അതിൻ്റെയാണ്. ഇപ്പം ഇവിടെ കാണുന്ന വെട്ടമെല്ലാം നമ്മുടെ ലൈറ്റ് ഇട്ടതിൻ്റെ വെട്ടമാണ് ഇപ്പം കാണുന്നത്. ഇപ്പം ഇവിടെ ഇപ്പോഴെന്ന് വെച്ചാൽ 6 മണിയായിട്ടുണ്ട്, അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. പിന്നെ മഴയുടെ കോള് രാവിലെ തൊട്ട് നല്ല മഴയാണ് ഇവിടെ, മഴയുടെ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഉള്ളതുകൊണ്ട് അവളെ ഞാൻ ഇടിച്ച് കൊല്ലും കണ്ടോ. അപ്പൊ ഓ നീ സോമന്റെ മോളെ എന്നെ സമ്മതിച്ച്. അപ്പോ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ ലൈറ്റും കിട്ടും കേട്ടോ. ഇപ്പൊ ഈ ലൈറ്റാണ് നേരത്തെ കാണിച്ചില്ല, ഇത് 12 വാട്ട്സിന്റെ ആണ്. ഇതിന്റെ 9 വാട്ട്സിന്റെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് റൂമിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് 9 വാട്ട്സിന്റെ ആണ്. കണ്ട, ഇത് റൂമിലേക്ക് ഇടാൻ വേണ്ടി മേടിച്ചത്. ഞങ്ങൾക്ക് റൂമിൽ അത്യാവശ്യം വെട്ടം വേണമല്ലോ, അപ്പോൾ അത് റൂമിലേക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചേ. അപ്പോൾ നിങ്ങൾക്കും ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം, നിങ്ങൾക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു വീട്ടിലേക്കുള്ള TV, അതുപോലെ തന്നെ നമ്മുടെ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ഷൻ, ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ ഫാന്, എന്താ പറയുന്നത്, തേപ്പൂട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചിലവ്
കുറച്ച് TV അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ലൈറ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ലൈറ്റുകളും എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റും തോന്നുന്നു. ഞങ്ങളിപ്പം ഇവിടത്തേക്കും പിന്നെ അമ്മയുടെ വീട്ടിലേക്കും കൂടെ ഇതിൽ നിന്ന് തന്നെ സോളാറിൽ നിന്ന് ഞങ്ങൾ കണക്ഷൻ എടുക്കുന്നുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ എങ്ങനെ പോയാലും എല്ലാം കൂടി കൂട്ടുവാണെങ്കിൽ 10-12 ലൈറ്റ് എന്തായാലും ഞങ്ങൾക്ക് രണ്ടിടത്തും കൂടി വേണം. കാരണം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ സോളാറിന് ലൈറ്റ് കൊടുക്കുന്നത്. ഇടയ്ക്ക് കത്തിക്കുന്നിടത്തൊക്കെ നമ്മളാണ് സാധാ കറണ്ടിന്റെ ഇത് തന്നെയാണ്. അപ്പൊ ഇടയ്ക്ക് കത്തിക്കുമ്പോൾ ജസ്റ്റ് അതിനടുത്തേക്ക് വിട്ട് അണയ്ക്കുന്നതിനെല്ലാം കറണ്ടിന്റെ അത് തന്നെ കൊടുത്തിങ്ങനെ. ഞങ്ങൾക്കിപ്പം മെയിനായിട്ട് വേണ്ട അടുക്കള, ഹാള്, റൂം, വെളിയിലേക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം നമ്മൾ കൊടുത്ത് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്കും കറണ്ട് ചാർജ് ലാഭിക്കണം, കറണ്ട് ബില്ല് കുറയ്ക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, കറണ്ട് കട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്താൽ മതി. വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ, വളരെ യൂസ്ഫുൾ ആണ്. ചൊറി അവിടുന്നുണ്ട്, നന്നായിട്ട് ചൊറിയുന്നുണ്ട്. ഞാൻ ഒരു തേങ്ങയുടെ സോറി ചേമ്പിന്റെ തണ്ട് വെച്ച് തോരനുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നുള്ളൂ അവിടെ. അതാ പറഞ്ഞ അത് വെച്ചിട്ട് ചോറുണ്ട്, അത് വെച്ച് നിനക്ക് ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നാക്ക് നന്നായിട്ട് ചൊറിയാ നിനക്ക്. നിനക്ക് അങ്ങനെ ഞാൻ ഉണ്ടാക്കി തരുമെന്നാ പറഞ്ഞത്. പൊട്ടി എന്ത് ചെയ്യാന്. അപ്പൊ ഇത്രയേ ഉള്ളു കൂട്ടുകാരെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നിരിക്കണം. അതാ, എല്ലാരും മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. ഗബുച്ചേ എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. അല്ലാതെ എല്ലാവർക്കും ഹായ് പറയാൻ വരുമല്ലോ. ഹായ് പറഞ്ഞേ. ഹായ് പറയത്തില്ല ഇന്ന്, വേറെ മൂഡിലാട്ടോ. ഗബ്രൂട്ടൻ വേറെ മൂടിയിരിക്കുക. സാവിത്രി അമ്മ ഇവിടെ നിന്നുണ്ട്. ഹായ് അയ്യോ അമ്മയ്ക്ക് സങ്കടം വന്നു. ശരിയാ. എന്താ ഗബ്രൂട്ടന്റെ അമ്മ ഇവിടെ. ചാറ്റോടെ എല്ലാവർക്കും. ഇനി അപ്പുറത്തെ കൊമ്പിലോട്ട് ഇപ്പുറത്ത് ഇരിക്കുമ്പോ അപ്പുറത്ത് ചാടാൻ തോന്നുന്നു, അപ്പുറത്ത് ഇരിക്കുമ്പോ ഇപ്പുറത്ത് ചാടാൻ തോന്നുന്നു. എന്ത് ചെയ്യാനാ, അമ്മയുടെ സ്വഭാവം തന്നെ മരം കയറി. അങ്ങനെയല്ല. മോളെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് നൊന്ത്, നോക്കിയേ. കണ്ട നോവുന്ന കണ്ട. അപ്പൊ ഇത്രേ ഉള്ളു കൂട്ടുകാരെ വിശേഷങ്ങള്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. നമ്മുടെ പ്രിൻസി ഭയങ്കര പഠിപ്പിലാട്ടോ. പ്രിൻസിയെ നമ്മൾ പഠിപ്പിച്ചൊരു ലെവലാക്കുമെന്ന് വിചാരിച്ചേക്കുക. നമ്മള് പ്രിൻസി നന്നായി പഠിച്ചില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ട് പ്രിൻസിയെ നാണം കെടുത്തും കേട്ടോ. പുതിയ കൂട്ടുകാരിയുടെ പേരെന്താ പ്രിൻസി? കൂട്ടുകാരിയുടെ പേര് അറിയത്തില്ല നിനക്ക്? അപ്പൊ കൂട്ടുകാരെ ബൈ.